അഭിഭാഷകയെ മർദ്ദിച്ചെന്ന കേസിൽ അഭിഭാഷകൻ ബെയിലിൻ ദാസിന് ജാമ്യം. തിരുവനന്തപുരം 11-ാം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് കർശന ഉപാധികളോടെ ജാമ്യം അനുവദിച്ചത്. യുവതിയെ മർദ്ദിച്ചിട്ടില്ലെന്നും ആരോപണങ്ങൾക്ക് പിന്നിൽ പ്രവർത്തിച്ചവരെ പുറത്തു കൊണ്ടുവരുമെന്നും ജയിലിൽ നിന്നിറങ്ങിയ ബെയിലിൻ പ്രതികരിച്ചു. 2 മാസത്തേക്ക് വഞ്ചിയൂർ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ പ്രവേശിക്കരുത് എന്ന കർശന ഉപാധിയോടെയാണ് അഡ്വക്കേറ്റ് ബെയിലിൻ ദാസിന് കോടതി ജാമ്യം അനുവദിച്ചത്. ചെയ്യാത്ത കുറ്റം താൻ എന്തിന് ഏൽക്കണമെന്നും പിന്നിൽ പ്രവർത്തിച്ച ഉദ്യോഗസ്ഥരെ അടക്കം പുറത്തു കൊണ്ടുവരുമെന്നും ജയിലിൽ നിന്നിറങ്ങി ബെയിലിന്റെ പ്രതികരണം. അതിന്റെ പുറകിൽ പ്രവർത്തിച്ചാരായാലും എല്ലാവരും പുറത്തു വരും, including all the dignitaries. I won't leave anyone. What doubt on that? I have never done that. പ്രതിക്ക് ജാമ്യം നൽകുന്നതിനെ പ്രോസിക്യൂഷൻ ശക്തമായി എതിർത്തിരുന്നു. ജാമ്യം ലഭിച്ചാൽ പ്രതി സ്വന്തം ഓഫീസിലെ ജീവനക്കാരായ സാക്ഷികളെ സ്വാധീനിക്കുമെന്നും അന്വേഷണം അട്ടിമറിക്കുമെന്നും പ്രോസിക്യൂഷൻ നിലപാടെടുത്തു. എന്നാൽ സ്ത്രീത്വത്തെ അപമാനിച്ചുവെന്ന വകുപ്പ് നിലനിൽക്കില്ല എന്നായിരുന്നു പ്രതിഭാഗത്തിന്റെ വാദം. മർദ്ദനത്തിൽ പ്രതിക്കും പരിക്കേറ്റതിന്റെ മെഡിക്കൽ രേഖകൾ കോടതിയിൽ ഹാജരാക്കി. ഇതോടെയാണ് കർശന ഉപാധികളോടെ കോടതി ജാമ്യം അനുവദിച്ചത്. ബെയിലിൻ ദാസിന്റെ ജാമ്യത്തിൽ പ്രതികരിക്കാൻ പരാതിക്കാരിയായ ശ്യാമിലി തയ്യാറായില്ല. കഴിഞ്ഞ ചൊവ്വാഴ്ചയാണ് ഓഫീസിൽ സഹപ്രവർത്തകർ നോക്കി നിൽക്കെ പ്രതി ജൂനിയർ അഭിഭാഷകയായ ശ്യാമിലിയെ മർദ്ദിച്ചത്. മുഖത്ത് കൈകൊണ്ട് ആഞ്ഞടിക്കുകയായിരുന്നു. ഗർഭിണിയായിരിക്കെയും പ്രതി മർദ്ദിച്ചിട്ടുണ്ടെന്ന് ശ്യാമിലി വെളിപ്പെടുത്തിയിരുന്നു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.